ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തലശ്ശേരി അതിരൂപത KCYM-ഉം ശാലോം ടെലിവിഷനും സംയുക്തമായി നടത്തുന്ന യുക്യാറ്റ് പഠന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പ്രിയപ്പെട്ട യുവജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനായി നമ്മുടെ ഒപ്പമുള്ളത് തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലിത്തായും സിനഡൽ സെക്രട്ടറിയുമായ അഭിവന്ദ്യ മാർ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിനെ ഏറെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിതാവിനോട് സംവദിക്കാൻ ഏറെ താല്പര്യത്തോടെ ഇവിടെ എത്തിയിരിക്കുന്നത് പൈസക്കരി ഫൊറോന ദേവാലയത്തിലെ പ്രിയപ്പെട്ട യുവജനങ്ങളാണ്. നിങ്ങളേവരെയും ഏറെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ വായനയ്ക്കായി അസാധാരണമായ ഒരു പുസ്തകത്തെ ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. 2011 മാർച്ച് മാസം 25 ലോകത്തിന് ഒരു പുസ്തകം സമർപ്പിച്ചുകൊണ്ട് അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറഞ്ഞ വാക്കുകളാണിത്. 125-ലേറെ ആധികാരികമായ ദൈവശാസ്ത്ര പുസ്തകങ്ങൾ എഴുതുകയും 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തരായ ദൈവശാസ്ത്രജ്ഞന്മാരിൽ ഒരാളെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഒരു പുസ്തകത്തെ അസാധാരണമായ ഒരു പുസ്തകമെന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ അതിന് കൂടുതൽ പ്രത്യേകതയുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ആ പുസ്തകം മറ്റൊന്നുമല്ല, യുവജന മതബോധന ഗ്രന്ഥം അഥവാ യുക്യാറ്റാണ്. ഈ യുക്യാറ്റ് പുസ്തകത്തെക്കുറിച്ചുള്ള പഠന പരമ്പരയാണല്ലോ നമ്മൾ ഈ എപ്പിസോഡുകളിലൂടെ നടത്തുന്നത്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യുക്യാറ്റ് പുസ്തകത്തിലെ 2-ാം ഭാഗത്തിൽ നിന്നാണ് നമ്മളിന്ന് പ്രധാനമായും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിൽ കുമ്പസാരം എന്ന കൂദാശയുമായി ബന്ധപ്പെട്ട ഭാഗത്തിൽ നിന്നാണ് യുവജനങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാനായി വന്നിരിക്കുന്നത്. നമുക്ക് ആരംഭിക്കാം. ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്? എൻ്റെ പേര് ജിബിൻ ബേബി. പിതാവേ, ഈശോ തൻ്റെ രക്ഷാകര പ്രവൃത്തിയിലൂടെ സകല മനുഷ്യരുടെയും പാപങ്ങൾ പരിഹരിക്കുകയും പ്രായശ്ചിത്തം നൽകുകയും ചെയ്തതാണ്. പിന്നെ എന്തിനാണ് കുമ്പസാരം എന്ന കൂദാശ ഈശോ നൽകിയിരിക്കുന്നത്? താങ്ക് യു ജിബിൻ. നല്ല ചോദ്യമാണ് ജിബിൻ ചോദിച്ചത്. ഇപ്രകാരം ചിന്തിക്കുന്നവരിൽ ജിബിൻ മാത്രമല്ല, ഇപ്രകാരം ചിന്തിക്കുന്ന ചില ക്രൈസ്തവ സമൂഹങ്ങൾ തന്നെയുണ്ട്. എന്നേക്കുമായി ഈശോ പാപം മോചിച്ചു കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഇനി കുമ്പസാരത്തിൻ്റെ ആവശ്യമില്ല, പാപമോചനം നേടേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ഈ കൂദാശ ഈശോ തന്നെ സ്ഥാപിച്ചതാണ് എന്നുള്ളതാണ് അതിനുള്ള ഒന്നാമത്തെ ഉത്തരം. അതായത് ഈ ലോകം വിട്ട് തനിക്ക് പിതാവിൻ്റെ പക്കലേക്ക് പോകാൻ സമയമായപ്പോൾ തൻ്റെ മരണോത്ഥാനങ്ങൾക്ക് ശേഷം സ്വർഗാരോഹണത്തിന് മുൻപ് ഈശോ ശിഷ്യരെ ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ഭൂമിയിൽ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഇല്ലേ? ഈശോ അത് പറഞ്ഞു. അപ്രകാരം പറഞ്ഞുകൊണ്ട് ഈശോ ഈ കുമ്പസാരം എന്ന കൂദാശ സ്ഥാപിക്കുകയത്. അല്ലാതെ ഈശോ പറഞ്ഞത് എന്താ? എന്നേക്കുമായി ഞാൻ പാപം ക്ഷമിച്ചു, ഇനി ആരും ഏത് പാപം ചെയ്താലും കുഴപ്പമില്ല എന്നാണ് ഈശോ പറഞ്ഞത്. അല്ല, ഈശോ പാപം മൂലം ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന വലിയ ദുരന്തത്തെ, ആത്മനാശത്തെ, അത് വീണ്ടെടുക്കാനുള്ള വഴി കർത്താവ് നമുക്ക് പറഞ്ഞു തന്നു. അതാണ് വിശുദ്ധ കുമ്പസാരം. ഇനി എന്തിനാണ് ഒരു വ്യക്തി കുമ്പസാരിക്കേണ്ടത് എന്നാണ് ജിബിൻ്റെ ചോദ്യം, അല്ലേ? എന്തിനാണ് കുമ്പസാരിക്കേണ്ടത്? ഒരു കാര്യം സത്യമാണ്, ജിബിൻ പറഞ്ഞതിൽ ഒന്നാമത്തെ പ്രസ്താവന അടിസ്ഥാനപരമായ സത്യമാണ്. അതായത് കാൽവരിയിലെ കുരിശിൽ ഈശോ നമ്മുടെ എല്ലാ പാപങ്ങൾക്കും പരിഹാരം ചെയ്തു. മാമോദീസായിലൂടെ ഈശോയുമായി നാം ആ ബന്ധം ആരംഭിക്കുകയും ചെയ്തു എന്നത് സത്യമാണ്. എന്നാൽ നാം പിന്നീട് നമ്മുടെ ശരീരത്തിൻ്റെ ദുരാശകളെ പ്രതി പാപങ്ങളുടെ വഴിയെ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ രക്ഷാകര വരപ്രസാദത്തിൻ്റെ ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഈശോയുമായുള്ള നമ്മുടെ ബന്ധം അവിടെ മുറിയപ്പെടുകയാണ്. മുറിഞ്ഞുപോയ ആ ബന്ധം വീണ്ടും കൂട്ടിച്ചേർക്കുന്ന കൂദാശയാണ് പരിശുദ്ധ കുമ്പസാരം. കുരിശിലെ ബലിയുടെ വരപ്രസാദം തന്നെയാണ് ഈ കുമ്പസാരത്തിലൂടെ നമുക്ക് ലഭിക്കുക.
അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ പറയുക, ഒരു വ്യക്തി ശരിയായ അനുതാപത്തോടെ തൻ്റെ പാപം കുമ്പസാരക്കൂട്ടിൽ ഏറ്റു പറയുന്ന സമയത്ത് കർത്താവ് കാൽവരിയിലെ കുരിശിലൊഴുക്കിയ തിരുരക്തം ആ വ്യക്തിയുടെ മേൽ ഒഴുക്കിക്കൊണ്ട് ആ വ്യക്തിയെ വിശുദ്ധീകരിക്കുകയാണ്, കഴുകി ശുദ്ധീകരിക്കുന്ന. അതുകൊണ്ട് തീർച്ചയായും ഈ കുമ്പസാരം എന്ന കൂദാശയിൽ നമുക്ക് ലഭിക്കുന്നത് കുരിശിലെ ബലിയുടെ വരപ്രസാദം തന്നെയാണ്. ഉദാഹരണം പറഞ്ഞാൽ, നല്ല ഒരു പൈപ്പ് ലൈൻ നമ്മൾ ഉണ്ടാക്കി, അതിലൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആരോ കമ്പി കൊണ്ട് കുത്തി ആ പൈപ്പ് പൊട്ടിപ്പോയപ്പോൾ എന്ത് സംഭവിക്കും? പിന്നെ വെള്ളം ഒഴുകും അതിനകത്തൂടെ, വെള്ളമെല്ലാം ചീറ്റി തെറിച്ച് എല്ലാ വഴിക്കും പോകും. ലക്ഷ്യത്തിൽ വെള്ളം എത്തിയാൽ അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഭാഗത്ത് ആ പൈപ്പ് റിപ്പയർ ചെയ്ത് ഒട്ടിച്ച് വീണ്ടും അതിനെ പഴയ രൂപത്തിലാക്കിയെടുക്കും. ശരിക്കും കുമ്പസാരം എന്ന കൂദാശയിൽ സംഭവിക്കുന്ന ഇതാണ്. കുരിശിലെ ബലിയുടെ രക്ഷാകരമായ വരപ്രസാദം മാമോദീസായിലൂടെ നമ്മിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതര കൂദാശകളിലൂടെ ആ ഒഴുക്ക് കൂടുതൽ ശക്തി പ്രാപിച്ചു. സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ഒക്കെ ഈ വരപ്രസാദത്തിൻ്റെ ഒഴുക്ക് ശക്തി പ്രാപിച്ചു. പക്ഷേ പുറമേ നിന്നുള്ള, അതായത് സാത്താൻ്റെ, പിശാചിൻ്റെ പ്രവർത്തനം വഴി ഈ ഒഴുക്കിന് ഭംഗം വന്നു. പൈപ്പ് കേടായി, പൊട്ടി. അപ്പോൾ എന്തു ചെയ്യും? നമ്മളത് റിപ്പയർ ചെയ്യണം, വേണ്ടേ? സത്യത്തിൽ പരിശുദ്ധ കുമ്പസാരത്തിൽ സംഭവിക്കുന്നത് ഇപ്രകാരം ഒരു വലിയ പരിഹാരക്രിയയാണ്. എന്ന് പറഞ്ഞാൽ പൊട്ടിയ പൈപ്പ്, ആ പൊട്ടൽ പരിഹരിച്ചെടുക്കും. നമുക്ക് ദൈവവുമായുള്ള ബന്ധത്തിൽ വന്ന വിള്ളലുണ്ട്, സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ വന്ന വിള്ളലുണ്ട്, സഭയുടെ കൂദാശകളുമായുള്ള ബന്ധത്തിൽ വന്ന വിള്ളലുണ്ട്. അത് പരിഹരിച്ചെടുക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹമാണ്, അത്ഭുതമാണ് വാസ്തവത്തിൽ ഈ പരിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ. അതുകൊണ്ട് കാൽവരിയിലെ കുരിശിലെ ബലിയിലൂടെ കിട്ടുന്ന രക്ഷയെ ഒരു വിധത്തിലും ഇത് നിസ്സാരവൽക്കരിക്കുകയല്ല, മറിച്ച് ആ രക്ഷാകര വരപ്രസാദം തന്നെ വീണ്ടും നമുക്ക് സംലഭ്യമാക്കുന്നതിന് നമ്മുടെ കർത്താവ് തൻ്റെ അനന്ത ബുദ്ധിയിൽ കണ്ടെത്തിയ കൂദാശയാണ് പരിശുദ്ധ കുമ്പസാരം എന്ന് നാം തിരിച്ചറിയും. ജോവിൻ്റെ ചോദ്യത്തിന് മറുപടിയായി കുമ്പസാരം എന്ന കൂദാശയുടെ പ്രസക്തിയെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമുക്ക് വ്യക്തമാക്കി തന്ന അഭിവന്ദ്യ പിതാവിന് സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ആരാണ് രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത്? പിതാവേ, എൻ്റെ പേര് നിമിഷ. ജിബിൻ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം തന്നെയാണ് ചോദിക്കാനുള്ളത്. മാമോദിസയിലൂടെ ദൈവം പൂർണ്ണമായ ഐക്യത്തിലാവുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അനുരഞ്ജന കൂദാശ വളരെ പ്രത്യേകമായി നൽകപ്പെട്ടിരിക്കുന്നത്? യെസ്, മാമോദീസായിലൂടെ നമുക്ക് പാപമോചനം ലഭിച്ചു, പിന്നെന്തിനാണ് ഈ കുമ്പസാരം എന്ന കൂദാശ? അതാണ് ചോദിക്കുന്നത്, അല്ലേ? മാമോദീസായിലൂടെ നമുക്ക് പാപമോചനം ലഭിച്ചു, പിന്നീട് നമുക്കുണ്ടാകുന്ന കുറവുകൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്, ശരിയല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരപകടത്തിൽപ്പെട്ട് നമ്മുടെ ഇടത്ത് കൈ ഒടിഞ്ഞു എന്ന് വിചാരിക്കുക. ഇടത്ത് കൈ ഒടിഞ്ഞു, അത് റിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ശരിയാക്കി, ഓപ്പറേഷൻ നടത്തി, കമ്പിയൊക്കെ ഇട്ട് കെട്ടി ശരിയാക്കി. പിന്നീട് ഒരു 5-6 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും അതേ കൈ ഒടിഞ്ഞു. അപ്പോൾ നമ്മൾ പറയുകയാണ്, ഈ കൈ പണ്ടൊന്ന് ശരിയാക്കിയതാണ്, ഇനി ഇത് ശരിയാക്കേണ്ട കാര്യമില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റിയല്ല. കാരണം എന്താണ്? മാമോദീസായിലൂടെ ശരിയായ രീതിയിൽ ദൈവമായ കർത്താവുമായുള്ള നമ്മുടെ ബന്ധം അവിടുന്ന് ക്രമീകരിച്ചു. എന്നാൽ ഇതാ അവിടെ ഒരു തകരാറ് സംഭവിച്ചു. ദൈവവുമായുള്ള ബന്ധത്തിൽ ഒരു തകരാറ് സംഭവിച്ചു. നമ്മൾ പാപം ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ കുമ്പസാരം എന്ന കൂദാശയുടെ ആവശ്യമേ ഇല്ല. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ പാപവഴികളിലേക്ക് പെട്ടെന്ന് പ്രലോഭിതരാകുമെന്ന് ഈശോയ്ക്കറിയാം.
ഈശോയുടെ മക്കളെ വഴിതെറ്റിക്കാൻ നരകപിശാച് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും കർത്താവിനറിയും. അതുകൊണ്ട് പിശാചിനെതിരായുള്ള പോരാട്ടത്തിൽ നമുക്ക് സ്വയമേവ വിജയിക്കാൻ പറ്റിയാണ്. ഇല്ലേ? എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ ശ്ലീഹ പറയുന്നത് ഇപ്രകാരമാണ്: സഹോദരങ്ങളെ, നാം പോരാടുന്നത് മാംസരക്തങ്ങളോടല്ല, അന്ധകാര ശക്തികളുടെ അധിപന്മാരോട്, സ്വർഗീയ ഇടങ്ങളിൽ പോലും വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളോടാണ് നാം പോരാടുന്നത്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിൽ എല്ലാ ആയുധങ്ങളും ധരിക്കൂ. സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് സമാധാനത്തിൻ്റെ ഒരുക്കമാകുന്ന പാദരക്ഷകൾ അണിഞ്ഞ് രക്ഷയുടെ പടത്തൊപ്പി ഏന്തി ദൈവവചനമാകുന്ന വാള് കയ്യിലേന്തി വിശ്വാസത്തിൻ്റെ പരിച, ദുഷ്ടൻ്റെ കൂരമ്പുകളെ ചെറുക്കാൻ പര്യാപ്തമായ വിശ്വാസത്തിൻ്റെ പരിച കയ്യിലെടുക്കും. ഇതൊക്കെയാണ് ആയുധങ്ങളായി പറഞ്ഞിരിക്കുന്നത്. ശരിക്കും സഭാപിതാക്കന്മാർ പറയും, ഈ ആയുധങ്ങളൊക്കെയും എന്താണ്? കൂദാശകളിലൂടെ ലഭിക്കുന്ന വരപ്രസാദത്തെക്കുറിച്ചാണ് ശ്ലീഹ പറയുന്നത്. അതായത് നാം കുമ്പസാരം എന്ന കൂദാശയിലൂടെ, പരിശുദ്ധ കുർബാന എന്ന കൂദാശയിലൂടെ നമ്മൾ സാത്താൻ്റെ കൂരമ്പുകളെ ചെറുക്കാൻ നമ്മെ തന്നെ സജ്ജമാക്കുകയും അതുകൊണ്ട് ദൈവവുമായുള്ള ബന്ധത്തിൽ വന്ന വീഴ്ച ഇവിടെ പരിഹരിക്കുകയാണ്. പാപവഴികളിലേക്ക് വീണ്ടും വീണു പോകാതിരിക്കാനുള്ള കൃപാവരം നമ്മിൽ ഈ കൗദാശിക വരപ്രസാദം വഴി ലഭിക്കുകയാണ്. പലപ്പോഴും നമ്മൾ കുമ്പസാരിച്ച് അതേ പാപം വീണ്ടും വീണ്ടും കുമ്പസാരിക്കുന്ന അനുഭവം ഉണ്ടാകാറുണ്ട്, അല്ലേ? ഒരേ പാപം തന്നെ പിന്നെയും പിന്നെയും പറയുന്നു. കുമ്പസാരിച്ചിട്ട് ഒരു ഗുണവും ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. യുവജനങ്ങൾ പലപ്പോഴും പങ്കുവയ്ക്കാറുള്ള ഒരേ പാപം തന്നെ പിന്നെയും പിന്നെയും ചെയ്യുന്നു, പിന്നെയും പിന്നെയും പോയി കുമ്പസാരിക്കുന്നു. എന്തിനേ കുമ്പസാരിക്കുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായുണ്ട്. കുമ്പസാരം എന്ന കൂദാശ അത് അർത്ഥപൂർണമായി സ്വീകരിക്കുന്നതിൽ നമുക്ക് വരുന്ന വീഴ്ചയാണ് അത് വീണ്ടും ആവർത്തിക്കാൻ ഇടവരുത്തും. അതായത് ആ പാപം ചെയ്യാതിരിക്കുവാനുള്ള ദൃഢനിശ്ചയം, ആ പാപവഴികളിലേക്ക് തിരികെ നടക്കാതിരിക്കാനുള്ള ഉത്തമമായ തീരുമാനം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ കുമ്പസാരിക്കുന്നതിൻ്റെ കുറവ്, കുമ്പസാരം എന്ന കൂദാശയുടെ കുറവ്, കുമ്പസാരത്തിൽ നാം പുലർത്തുന്ന അശ്രദ്ധ, അതുമൂലം നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ വാസ്തവത്തിൽ കുമ്പസാരം എന്ന കൂദാശയുടെ കുറവല്ല. അതുകൊണ്ട് ഇവിടെ ചോദിക്കപ്പെട്ട ചോദ്യം, മാമോദീസായിലൂടെ നമുക്ക് ദൈവാനുഗ്രഹം കിട്ടിയല്ലോ, വരപ്രസാദം കിട്ടിയല്ലോ, ഇനി എന്തിനാണ് കുമ്പസാരം എന്ന് ചോദിച്ചാൽ, മാമോദീസായിൽ കിട്ടിയ ആ വരപ്രസാദം നമുക്ക് നഷ്ടമാകുന്നു പാപത്തിലൂടെ അത് നഷ്ടമായി കഴിയുമ്പോൾ ആ വരപ്രസാദത്തിൻ്റെ ഒഴുക്ക് വീണ്ടും ശക്തമാക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലാണ് വാസ്തവത്തിൽ കുമ്പസാരം. കാരണം പാപം ഏറ്റുപറഞ്ഞ് ഒരു വ്യക്തി ദൈവത്തിനു മുമ്പിൽ അനുതപിക്കുമ്പോൾ ആ വ്യക്തിക്ക് കൃപയുടെ ഒഴുക്കുണ്ടാകും. 32-ാം സങ്കീർത്തനം കുമ്പസാരത്തിൻ്റെ സങ്കീർത്തനമായിട്ടാണ് അറിയപ്പെടുന്നത്. അതിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: ഞാൻ പാപം ഏറ്റുപറയാതിരുന്നപ്പോൾ എൻ്റെ ശരീരം ശോഷിച്ചു, വേനൽക്കാലത്തെ ചൂടുകൊണ്ടെന്ന പോലെ ഞാൻ വരണ്ടുപോയി. രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു. എന്നാൽ ഞാൻ പാപങ്ങൾ ഏറ്റുപറഞ്ഞപ്പോൾ കർത്താവ് എനിക്ക് ആശ്വാസം തന്നു, അനുഗ്രഹം തന്നു, രക്ഷയുടെ വഴിയെ എന്നെ നടത്തി. ശരിക്കും കുമ്പസാരത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് സങ്കീർത്തകൻ മുൻകൂട്ടി പ്രവചിക്കുകയായിരുന്നു. പാപം നമ്മളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നാം പിശാചിൻ്റെ കെണിയിലാണ്, ബന്ധനത്തിലാണ്. അത് ഏറ്റവും വേഗത്തിൽ പാപം ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമ്പോൾ കൃപയുടെ നിരന്തരമായ വിശുദ്ധീകരണം സംഭവിക്കും. നമ്മുടെ ദേഹത്ത് ഏതെങ്കിലും വലിയ മാലിന്യം വീണു എന്ന് വിചാരിക്കും, നിങ്ങളെന്ത് ചെയ്യും?
ചെറിയതൊക്കെ ആണെങ്കിൽ ഒന്ന് കൈ കഴുകി വൃത്തിയാക്കിയാൽ തീരും. ദേഹം മുഴുവനും എന്തെങ്കിലും മലിനജലം വേണം. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യും സാധാരണ? കുളിക്കും. കുളിക്കും. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരിക്കും നമ്മുടെ ആത്മാവിൻ്റെ സ്നാനമാണ് വാസ്തവത്തിൽ ഈ കുമ്പസാരം. ജ്ഞാനസ്നാനമാണ് മാമോദീസ എങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ നിരന്തരമായ സ്നാനത്തെയാണ് കുമ്പസാരം എന്ന് വിളിക്കുക. അല്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ച കുളിച്ചതാണ് എന്ന് പറഞ്ഞ് കുളി വേണ്ടാന്ന് വയ്ക്കാൻ പാടില്ല. എന്നതുപോലെയാണ് പാപം, മാലിന്യം നമ്മിൽ എപ്പോൾ കടന്നുകൂടുന്നുവോ അപ്പോൾ അതിനെ കഴുകി വിശുദ്ധീകരിക്കുക. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യാളൻ കുമ്പസാരത്തിന് വേണ്ടി ഒരുക്കുമ്പോൾ പറയുന്നൊരു ചിന്തയുണ്ട്. പാപം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ പാമ്പിൻ വിഷം കയറിയതുപോലെ. നമ്മളെ പാമ്പ് കടിച്ചു കഴിയുമ്പോൾ നമ്മുടെ സിരകളിലൂടെ പാമ്പും വിഷം ഒഴുകും. അല്ലേ? ആ വിഷം ഏറ്റവും വേഗത്തിൽ സിരകളിൽ നിന്ന് ഒഴിവാക്കുക. ആൻറ്റിവെനം കുത്തിവെച്ച് ആ വിഷത്തെ നിർവീര്യമാക്കി ഏറ്റവും വേഗത്തിൽ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ അത്രയും നല്ല. താമസിക്കും തോറും ഈ വിഷം നമ്മുടെ ആന്തരിക അവയവങ്ങളെ തകരാറിലാക്കും. ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് പിന്നെ എന്നാ ആൻറ്റിവെനം കുത്തിവെച്ചാലും ആൾ രക്ഷപ്പെടിയാലാത്ത അവസ്ഥ വരും. ഇല്ലേ? അതുതന്നെയാണ് പാപത്തെ സംബന്ധിച്ച്. പാപം നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഇങ്ങനെ വിഷം പോലെ ദുർബലമാക്കിക്കൊണ്ടിരിക്കും. നമ്മിലെ ആത്മീയ ഘടനയെ പാപം തകർത്തുകൊണ്ടിരിക്കും. അത് ഒഴിവാക്കണം എന്നുണ്ട് എങ്കിൽ നാം ഏറ്റവും വേഗത്തിൽ മലിനമായതിനെ ശുദ്ധീകരിക്കണം, പാപകരമായതിനെ വിട്ടൊഴിയണം, വിഷലിപ്തമായതിൽ നിന്ന് മുക്തി നേടണം. അതാണ് കുമ്പസാരത്തിൽ സംഭവിക്കുന്നത്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉദാഹരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അഭിവന്ദ്യ പിതാവ് നൽകിയ ഉത്തരം വളരെ വ്യക്തമായിരുന്നു. പിതാവിന് നന്ദി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? ചോദിച്ചുകൊള്ളുക. പിതാവേ, എൻ്റെ പേര് ജോമോൻ ടെന്നീസൺ. എൻ്റെ ചോദ്യം ഇതാണ്: അനുരഞ്ജന കൂദാശ സ്ഥാപിച്ചതാരാണ്? എന്തൊക്കെയാണ് ഈ കൂദാശയുടെ ബൈബിൾ വചനങ്ങൾ? വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് അല്ലേ? ജോമോൻ്റെ ചോദ്യങ്ങൾ ഈ കൂദാശയുടെ വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തെക്കുറിച്ച്. ഇങ്ങനെയൊരു കൂദാശ ഉണ്ട്, ഈശോ സ്ഥാപിച്ചോ? ആരാ സ്ഥാപിച്ചതെന്ന് ചോദിച്ചു അല്ലേ? ആരാ സ്ഥാപിച്ചതെന്നുള്ളതിന് എല്ലാ കൂദാശയും സ്ഥാപിച്ചത് ഈശോ മിശിഹ തന്നെ. നമ്മൾ കുമ്പസാരം എന്ന കൂദാശയും ഈശോ സ്ഥാപിച്ചത്. ഈശോ സ്ഥാപിച്ചാലേ അത് കൂദാശയാവുള്ളൂ. വേറെ ആരെങ്കിലും, നമ്മളാരെങ്കിലും ഒരു പ്രാർത്ഥന എഴുതി ഉണ്ടാക്കിയിട്ട് ഇതൊരു കൂദാശയാന്ന് പറഞ്ഞാൽ കൂദാശയായി. കൂദാശ അത് ഈശോ മിശിഹായിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. ഈശോ സ്ഥാപിച്ചെങ്കിൽ മാത്രമേ ഒരു കാര്യം കൂദാശയാവൂ. ഓക്കെ, ഇനി ഇതിൻ്റെ അടിസ്ഥാന വചനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഈശോ ശമയോൻ പത്രോസ് കേസറിയ ഫിലിപ്പിയിൽ വെച്ച് വിശ്വാസം ഏറ്റുപറയുക. അപ്പോൾ ഈശോ പറയുന്നൊരു മറുപടിയുണ്ട്: ശമയോനെ, നീ പാറയാണ്, കേപ്പായ, ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളിയെ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് ഞാൻ നിനക്ക് തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും. കെട്ടുക, അഴിക്കുക എന്നത് അരമായ ശൈലിയിൽ പാപമോചനത്തെ സൂചിപ്പിക്കുന്നു. നീ ഭൂമിയിൽ ഒരു വ്യക്തിയുടെ പാപം മോചിച്ചാൽ അത് സ്വർഗത്തിലും മോചിക്കപ്പെട്ടിരിക്കും. ഇതാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. അത് സഭയുമായി ബന്ധപ്പെടുത്തിയാണ് ഈശോ അത് പറയുന്നത് എന്നുകൂടി ഓർക്കുക. സഭയുമായി ബന്ധപ്പെടുത്തി, അതായത് പത്രോസേ, നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് ഞാൻ നിനക്ക് തരും. ഈ താക്കോലുകൾ യഹൂദ പാരമ്പര്യമനുസരിച്ച് ദൈവം 2 താക്കോലുകൾ സൂക്ഷിക്കുന്നു.
ആ 2 താക്കോലുകൾ 2 വ്യത്യസ്ത താക്കോലുകൾ. ഒന്ന് സ്വർഗം തുറന്ന് മനുഷ്യർക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കാനുള്ള താക്കോൽ. രണ്ടാമത്തേത് നരകം പൂട്ടി സൂക്ഷിക്കുന്ന താക്കോലാണ്. ശരിക്കും കുമ്പസാരം എന്ന കൂദാശയിലൂടെ നമ്മിലേക്ക് നരകപിശാചൊഴുക്കുന്ന തിന്മയുടെ ബന്ധനങ്ങളെ കർത്താവ് പൂട്ടുന്നു. നമുക്ക് നഷ്ടമായ സ്വർഗത്തിൻ്റെ വരപ്രസാദം വീണ്ടും നമ്മിലേക്ക് ഒഴുക്കുന്നു. ഇതാണ് ആ സന്ദർഭത്തിലാണ് ഈശോ പറയുക, ഇതാ പാപം മോചിക്കാനുള്ള അധികാരം. പത്രോസേ എന്ന് പറഞ്ഞാൽ സ്ലീഹന്മാരിൽ പ്രധാനിയോടെ പറയും. അന്നേരം അത് പത്രോസിന് മാത്രം കൊടുത്തതാണ് എന്ന് വേണമെങ്കിൽ ചിലർക്ക് വാദിക്കും. അതേസമയം യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 23-ാം വാക്യത്തിലെത്തുമ്പോൾ ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന രംഗമാണ്. അതായത് ഉത്ഥാനത്തിന് ശേഷം ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും ആഴ്ചയുടെ ആദ്യ ദിവസം കതകടച്ചിരിക്കെ ഈശോ വന്നവരുടെ മധ്യേ നിന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഈശോ തൻ്റെ കൈകളും കാലുകളും കൈകൾ പാർശ്വവും അവരെ കാണിച്ചു. ഉടനെ അവർക്ക് വലിയ സന്തോഷമായി. ഈശോ വീണ്ടും പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. അതിനുശേഷം ഈശോ അവരുടെ മേൽ നിശ്വസിച്ചു. തുടർന്ന് ഈശോ പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനതകളോടും സുവിശേഷം പ്രസംഗിക്കും. എന്നിട്ട് ഈശോ പരമപ്രധാനമായ ഒരു അനുഗ്രഹം അവർക്ക് കൊടുത്തു. ഈ ഭൂമിയിൽ നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. സ്ലീഹന്മാർക്ക് സുവിശേഷം പ്രസംഗിക്കാൻ ലോകത്തിൻ്റെ അതിരുകളോളം യാത്രയാകുന്ന ശിഷ്യന്മാർക്ക് ഈശോ കൊടുത്ത അനുഗ്രഹമാണ് ഏത്? പാപം മോചിക്കാനുള്ള അധികാരം. അപ്രകാരം ഈശോ തൻ്റെ പരസ്യജീവിതത്തിനിടയിൽ ശിഷ്യരോട് ഈ കാര്യം പറഞ്ഞു. ഈശോ സ്വർഗാരോഹണത്തിന് തൊട്ടു മുൻപ് ശിഷ്യർക്ക് കൊടുക്കുന്ന ഏറ്റവും സവിശേഷമായ അധികാരമാണ് പാപം മോചിക്കാനുള്ള അധികാരം. മനുഷ്യപുത്രന് പാപം മോചിക്കാൻ അധികാരമുണ്ട് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഈശോ തളർവാദ രോഗിയുടെ പാപം മോചിക്കുന്നു, അല്ലേ? പാപം ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 8-ാം അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങൾ, കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടി അവളെ കൊണ്ടുപോയി. ഈശോ പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം കല്ലെറിഞ്ഞോളാൻ പോയി. എല്ലാവരും കല്ലിട്ടേച്ച് പോയി. അത് കഴിഞ്ഞപ്പോൾ ഈശോ ആ സ്ത്രീയോട് പറഞ്ഞു, മകളെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടെ പോയിക്കൊള്ളൂ, ഇനിമേൽ പാപം ചെയ്യരുത്. ഈശോയുടെ പാപമോചനം. മോചിക്കാൻ ഒരു വ്യക്തിയെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകാൻ നമ്മുടെ കർത്താവിനുള്ള വ്യക്തമായ അധികാരത്തിൻ്റെ ദൃശ്യാവിഷ്കാരമായിരുന്നു ഈ സംഭവങ്ങൾ ഓരോന്നും. അപ്രകാരം പാപം മോചിക്കാൻ തനിക്കുള്ള അധികാരത്തെ ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നു നൽകുന്ന സന്ദർഭമാണ് കേസറിയ ഫിലിപ്പിയിൽ വെച്ചും അതുപോലെ സഹിയോൻ ശാലയിൽ വെച്ചും ഈശോ ഈ തിരുവചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പകരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആത്യന്തികമായ ഉത്തരം, ആരാണ് ഇത് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈശോ സ്ഥാപിച്ചു. അത് സ്ഥാപിച്ചു എന്നുള്ളതിന് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈശോയ്ക്ക് അധികാരമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന അനേകം സന്ദർഭങ്ങളുണ്ട്. അതേസമയം ഈശോ ഈ കാര്യം തുടർന്ന് ചെയ്യാൻ, പാപം മോചിക്കാൻ ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്തു എന്ന് വളരെ കൃത്യവും വ്യക്തവുമായി എടുത്തു പറയുന്ന തിരുവചനങ്ങളും നമുക്കുണ്ട്. സഭയുടെ ശിഷ്യന്മാരുടെ കാലം മുതലേ ഉള്ള സഭയുടെ വിശുദ്ധ പാരമ്പര്യവും ഇതിനെ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, പാപം മോചിക്കാനുള്ള അധികാരം, ചിലരത് വ്യാഖ്യാനിക്കും ഈശോ കൊടുത്ത അധികാരം മാമോദീസായുടെ സമയത്തുള്ള പാപമോചനത്തെയാണ് ഉദ്ദേശിക്കുന്നത്.
അങ്ങനെ തെറ്റിദ്ധാരണ പരത്തുന്ന ചില ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ 1, 2 നൂറ്റാണ്ടുകളിൽ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കിയിരുന്ന ഈ വചനത്തെ എന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ആ കാലഘട്ടത്തിലെ വിഖ്യാതമായൊരു ഗ്രന്ഥമാണ് ദിദാസ്കാലിയ അപ്പസ്തോലോരും എന്ന ഗ്രന്ഥം. എന്ന് പറഞ്ഞാൽ സ്ലീഹന്മാരുടെ പ്രബോധനം എന്ന് തന്നെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതിൽ അദ്ദേഹം പറയുന്ന, ഈ ഗ്രന്ഥകാരൻ പറയുന്ന ഒരു ഉപദേശമാണ്, മെത്രാന്മാരോട് പറയുന്ന ഉപദേശമാണ്. അല്ലയോ മെത്രാന്മാരെ, മാമോദീസായിക്ക് ശേഷം വിശ്വാസികൾക്കുണ്ടാകുന്ന പാപബന്ധനങ്ങളെ അഴിക്കാനും അവരുടെ പാപകടങ്ങൾ മോചിക്കാനും ദൈവം നിങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നതിനാൽ വിശ്വാസികളെ നിരന്തരം വിശുദ്ധിയിൽ നിലനിർത്താൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നോർക്കണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതി വച്ചിരിക്കുന്നത് മത്തായി 16:18 യോഹന്നാൻ 20:23. അതിൽ നിന്ന് എന്നാ മനസ്സിലാകുന്നത്? ഈ 2-ാം നൂറ്റാണ്ടായപ്പോഴേക്കും കുമ്പസാരം എന്ന കൂദാശ മാമോദീസായിക്ക് ശേഷം സംഭവിക്കുന്ന പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി സഭയിൽ നിലനിന്നിരുന്നു എന്ന് തന്നെ. ഒരുപക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ കുമ്പസാരക്കൂട്ടിൽ പോയി മുട്ടയിൽ നിന്ന് അച്ഛൻ്റെ ചെവിയിൽ പറയുന്ന രീതിയിലായിരുന്നില്ല അന്ന് കുമ്പസാരിച്ചിരുന്നത് എന്നത് വ്യക്തമാണ്. പക്ഷേ വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പാപങ്ങൾ സഭയുടെ പ്രതിനിധിയോട് ഏറ്റുപറഞ്ഞ് മോചനം നേടുന്ന പതിവ് 2-ാം നൂറ്റാണ്ട് മുതലെങ്കിലും ഉണ്ടായിരുന്നതിന് എഴുതപ്പെട്ട രേഖകൾ തെളിവായിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കും. കുമ്പസാരം എന്ന കൂദാശയുടെ വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനം എന്തായിരുന്നു എന്നതായിരുന്നു ചോദ്യം. എങ്കിലും വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനം മാത്രമല്ല, അതിനോടൊപ്പം സഭാ ചരിത്രത്തിലെ കാര്യങ്ങൾ കൂടി വിശദീകരിച്ചുകൊണ്ട് ഉത്തരത്തെ കൂടുതൽ അഭിവന്ദ്യ പിതാവ് നമുക്ക് വ്യക്തമാക്കി തന്നു. പിതാവിന് നന്ദി. യുക്യാറ്റ് പഠന പരമ്പരയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കുമ്പസാരം എന്ന കൂദാശയുമായി ബന്ധപ്പെട്ട യുവജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായി വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിൽ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് അഭിവന്ദ്യ പിതാവ് ഞങ്ങൾക്ക് ഉത്തരം തന്നു. പിതാവിന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. സഭയുടെ വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണം എന്ന ആഗ്രഹത്തോടെ അഭിവന്ദ്യ പിതാവിനോട് സംവദിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനുമായി ഇവിടെ എത്തിച്ചേർന്ന പൈസക്കരി ഫൊറോനയിലെ യുവജനങ്ങളായ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. കൂടുതൽ ചോദ്യങ്ങളുമായി യുക്യാറ്റ് പഠന പരമ്പരയുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദൈവം അനുഗ്രഹിക്കട്ടെ.